നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശയാത്ര ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ പൗരന്മാർക്ക് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം നൽകപ്പെടുന്ന പാസ്പോർട്ടാണല്ലോ നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറയപ്പെടുന്നത്. പാസ്പോർട്ട് നിയമപ്രകാരം ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഉടമസ്ഥന് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇന്ത്യൻ ദേശീയത തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖയായി പാസ്പോർട്ട് പ്രയോജനപ്പെടുകയാണ് ചെയ്യുന്നത്. പാസ്പോർട്ട് സേവാ കേന്ദ്രം, വിദേശകാര്യ മന്ത്രാലയത്തിൽ കീഴിലുള്ള പാസ്പോർട്ട് ആൻഡ് വിസ വിഭാഗം എന്നിവയ്ക്കാണ് പാസ്പോർട്ട് സംബന്ധിയായ വിഷയങ്ങളുടെ പ്രധാന ചുമതല നൽകിയിട്ടുള്ളത്. ഇത്തരത്തിൽ ഏറെ സൂക്ഷിക്കേണ്ടതും കയ്യിൽ കരുതേണ്ടതുമായ രേഖയിൽ കാട്ടിക്കൂട്ടുന്നത് നിങ്ങൾ കാണാതെ പോകരുത്. അതെ, പാസ്പോർട്ടിന്റെ പുറംചട്ട പരസ്യപ്പലകയാക്കരുതെന്ന് മുന്നറിയിപ്പുമായി ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ പാസ്പോർട്ടിന്റെ പുറംചട്ട ട്രാവൽ ഏജൻസികളും കമ്പനികളും സ്റ്റിക്കർ പതിച്ച് വികൃതമാക്കുന്ന സാഹചര്യത്തിലാണ് കോൺസുലേറ്റ് ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ചില ട്രാവൽ ഏജൻസികളും കമ്പനികളും ഒരു മനസാക്ഷിയുമില്ലാതെ ഇന്ത്യൻ പാസ്പോർട്ടുകൾ അവരുടെ പരസ്യം പതിക്കാനുള്ള ഇടമായി മാറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ചൂണ്ടിക്കാട്ടി. ഈ നടപടികൾ പാസ്പോർട്ട് സംബന്ധിച്ച ഇന്ത്യ ഗവൺമെന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണെന്ന് കോൺസുലേറ്റ് അറിയിക്കുകയും ചെയ്തു. തങ്ങളുടെ പാസ്പോർട്ടുകൾ ഇത്തരത്തിൽ വികൃതമാക്കുന്നില്ല എന്ന് പാസ്പോർട്ട് ഉടമകൾ ഉറപ്പുവരുത്തണമെന്നും കോൺസുലേറ്റ് പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ ചൂണ്ടിക്കാണിച്ചു. ട്രാവൽ ഏജൻസികളോ സ്ഥാപനങ്ങളോ വ്യക്തികളോ പാസ്പോർട്ടിൽ അവരുടെ സ്റ്റിക്കറും പരസ്യങ്ങളും പതിക്കാൻ പാസ്പോർട്ട് ഉടമകൾ അനുവദിക്കരുതെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അതേസമയം ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പുറത്തിറക്കിയ 2020 ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ റാങ്ക് 84-ലെത്തിയിരുന്നു. ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളുടെയും പാസ്പോർട്ടുകൾ ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പരിശോധിച്ചതിനു ശേഷമാണ് റാങ്കിംഗ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിലേറെ സവിശേഷത നിറഞ്ഞ പാസ്പോർട്ടാണ് ഇത്തരത്തിൽ വികൃതമാക്കുന്നതെന്ന് ഓർക്കണം. അതോടൊപ്പം തന്നെ മുൻകൂട്ടി വിസയ്ക്ക് അപേക്ഷിക്കാതെ ഒരു നിർദ്ദിഷ്ട രാജ്യത്തിന്റെ പാസ്പോർട്ടുമായി ഉടമകൾക്ക് എത്ര രാജ്യങ്ങളിലേക്ക് പ്രവേശിക്കാം എന്നതിനെ അടിസ്ഥാനമാക്കിയും മറ്റുമാണ് ഓരോ വർഷവും ഹെൻലി പാസ്പോർട്ട്സ് റാങ്കിംഗ് തയ്യാറാക്കി വരുന്നത്. വിസ ഇല്ലാതെ പോകാവുന്ന രാജ്യങ്ങൾ, ഇ വിസയിൽ പോകാവുന്ന രാജ്യങ്ങൾ, വിസ ഓൺ അറൈവൽ, സാധാരണ വിസ എന്നിങ്ങനെയുള്ളവയുടെ പട്ടികയാണ് പാസ്പോർട്ട് ഇൻഡെക്സ് വെബ്സൈറ്റ് പുറത്തിറക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ പാസ്പോർട്ടിന്റെ റാങ്ക് കയറിയും ഇറങ്ങിയുമായിരുന്നു. 2019 ആഗോള പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യൻ പാസ്പോർട്ടിന്റെ റാങ്ക് 82-ാം സ്ഥാനത്തായിരുന്നു. 2018 ഇത് 81 2014 76-ാം സ്ഥാനത്തായിരുന്നതാണ് ഇപ്പോൾ പുറകിലേക്ക് പോയി 84-ൽ എത്തിയിരിക്കുന്നത്. ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ള ഏക പാസ്പോർട്ട് സൂചികയാണ് ഹെൻലി പാസ്പോർട്ട് സൂചിക. ജപ്പാനാണ് പട്ടികയിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.